എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് +1 എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്റർ, അതിലെ ആദ്യ ഭാഗം അരിത്തമെറ്റിക് മീനിനെ കുറിച്ച്, അതിലെ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്, ഇതൊക്കെ നമ്മൾ കാര്യമായിട്ട് കഴിഞ്ഞ ദിവസമാണ് അത് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ്. അതിൽ മീഡിയൻ, മോഡ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നതിൽ പൊസിഷണൽ വാല്യൂകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മീഡിയൻ ഒരു മിഡിൽ വാല്യൂ ആണ്, ഒരു പൊസിഷണൽ വാല്യൂ ആണോ, അവിടെ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കേണ്ടത്. അതുപോലെ ക്വാർട്ടൈൽ ഒരു ഒബ്സർവേഷനെ 4ആയിട്ട് തിരിക്കുക. ഡീസൈൽ 10, പെർസെൻറ്റൈൽ 100, അങ്ങനെ പറയുന്ന പൊസിഷണൽ വാല്യൂസിനൊക്കെ നമുക്കിവിടെ മെഷേഴ്സ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഒന്ന് പരിശോധിക്കാനുണ്ട്. കൂടെ മോഡ്, മോസ്റ്റ് ഫാഷണബിൾ നമ്പർ ഇൻ എൻ ഒബ്സർവേഷൻ. മോഡ് അത് ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ് സീരീസിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ, ലിമിറ്റേഷൻസ്, മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്, ഇതൊക്കെ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തുണ്ട്. ആ ഭാഗങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ആണ്. ഒരു ഒബ്സർവേഷനെ 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുകയാണ് മീഡിയൻ ചെയ്യുന്നത്. കിട്ടിയ അതിൻ്റെ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ, ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ, കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും ഒബ്സർവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഓർഡർ ചെയ്യണം. പൊസിഷണൽ വാല്യൂ ഏത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് ഒബ്സർവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഓർഡർ ചെയ്യണം, അസെൻഡിങ് ഓർഡറിലാക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെയാണ്. അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ബോർഡ് വർക്കിലൂടെ കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് നടത്തി, ഒരു 10 മാർക്കിലുള്ള ടെസ്റ്റാണ് നടത്തിയത്. അപ്പോൾ ഒരു കുട്ടിക്ക് 2 മാർക്ക് കിട്ടി, വേറൊരു കുട്ടിക്ക് 3 മാർക്ക് കിട്ടി, മറ്റൊരു കുട്ടിക്ക് 1 മാർക്കാണ് കിട്ടിയത്, വേറൊരു കുട്ടിക്ക് 5 മാർക്ക് കിട്ടി, വേറൊരു കുട്ടിക്ക് 8 മാർക്ക് കിട്ടി 10ൽ. അപ്പോൾ 5 കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ് ഇത്. 2, 3, 1, 5, 8. ഇതിൽ നിന്ന് ഇപ്പോൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഒബ്സർവേഷൻ തന്നു കഴിഞ്ഞാൽ അത് ഓർഡറിലാണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ അതിനെ ഓർഡർ ചെയ്യണം. ഇത് ഒരിക്കലും തെറ്റിപ്പോകരുത്. പല വിദ്യാർത്ഥികൾക്കും പറ്റാവുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ കിട്ടിയ ഡാറ്റയെ അതുപോലെ എടുത്ത് അങ്ങോട്ട് ചെയ്തു തുടങ്ങും. അത് ഓർഡറിലാണ് എങ്കിൽ അതുപോലെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിന് ഓർഡർ ആക്കണം. എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ചെറുത്, വലുത്, അങ്ങനെ ക്രമപ്പെടുത്തുക അസെൻഡിങ് ഓർഡറിൽ. അപ്പോൾ അങ്ങനെ ഇതിനെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ 1, 2, 3, 5, 8 ഇങ്ങനെ ഓർഡറാക്കി അസെൻഡിങ് ഓർഡറിൽ. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൽ ഓർഡറിലാണ്. ഇനി മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, മീഡിയൻ ഈസ് ഈക്വൽ ടു n+1 truth item. n+1 മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, മീഡിയൻ ഈസ് ഈക്വൽ ടു n+1 truth item. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ +1. 1, 2, 3, 4, 5 5ആണ് ഒബ്സർവേഷൻ ഉള്ളത്. 5+1 truth item ആണ്. അപ്പോൾ 6 item. അപ്പോൾ തേർഡ് ഐറ്റം ഇതെല്ലാം മീഡിയൻ എന്ന് പറയുന്നത്. പലരും ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ഇത് മീഡിയൻ എന്ന് പറയും. ഇതെല്ലാം മീഡിയൻ. 6/2 അന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ തേർഡ് ഐറ്റം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എണ്ണണം 1, 2, 3. ഇതാ ഇവിടെ മീഡിയൻ ഈസ് ഈക്വൽ ടു 3 മാർക്സ് ആണെങ്കിൽ 3 മാർക്സ് എന്ന് എഴുതുന്നതോടുകൂടി ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കാണാനുള്ള പരിപാടി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. പക്ഷേ ചില കുട്ടികൾക്ക് തെറ്റ് സംഭവിക്കാവുന്നത്, ഇതിനെ ഓർഡർ ചെയ്യാതെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ, ഇത് തേർഡ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ തേർഡ് 3 കിട്ടുക, ഇവിടെ കിട്ടുന്ന തേർഡ് 1. അപ്പോൾ 1 മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ 5 കുട്ടികളുള്ളതിൻ്റെ ഇതാണ്. നമ്മൾക്കിവിടെ 5+1 ഡിവൈഡഡ് ബൈ 2 6ാമത്തേന്ന് കിട്ടി. 6 കുട്ടികളാണെങ്കിലോ 6+1 7 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 3.5. 3.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഈവൺ നമ്പർ ആയിട്ടുള്ളത് വ്യത്യസ്ത കുട്ടികളുടെ ഏജ് എടുക്കുക. 15 വയസ്സുള്ള കുട്ടിയുണ്ട്, 10 വയസ്സുള്ള കുട്ടിയുണ്ട്, 6 പേരെടുത്തു, 9 വയസ്സുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെ നമ്മൾ ഓർഡർ ചെയ്യണം. ഇതിനെ നമ്മൾ അസെൻഡിങ് ഓർഡർ ആക്കണം. അപ്പോൾ ആദ്യം ചെറുത് 9 എഴുതി, ദെൻ 25 വയസ്സുള്ളതിന് എഴുതി. അപ്പോൾ 2, 4, 6. എന്നിട്ട് 6+1 6 ഒബ്സർവേഷനാണുള്ളത്. ഡിവൈഡഡ് ബൈ ടൂത്ത് ഐറ്റം ആണ്. അപ്പോൾ 7/2 ഐറ്റമാണ്. 3.5 ഐറ്റം എന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ഇവിടെ 3ാമത്തെ ഇത് 12, 4ാമത്തത് ഇത് രണ്ടും കൂടി എടുക്കുക. 12 +
15 ഡിവൈഡഡ് ബൈ 2 27/2. അപ്പോൾ കിട്ടാവുന്നത് 13.5. ഈ 6 ആളുകളിൽ മീഡിയൻ ഏജ് എന്ന് പറയുന്നത് 13.5 ആണ്. ഇങ്ങനെയാണ് മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസിൽ കാണുന്നത്, ഓഡ് നമ്പറിലാണെങ്കിലും ഈവൺ നമ്പറിലാണ്. ഇനി ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് പോവാം. വളരെ എളുപ്പമാണ് ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ഒക്കെ. നമുക്ക് പരിശോധിക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് വെച്ചുകൊണ്ടാണ് CF വെച്ചുകൊണ്ടാണ് ഇവിടെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല. മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n+1/2th item. ഇക്വേഷൻ സെയിം ആണ്. ഇവിടെ ഫ്രീക്വൻസി തരും. ഇത് ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. അപ്പോൾ മാർക്സ് എന്ന് പറഞ്ഞിട്ട് 12 മാർക്ക് കിട്ടിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇത് 2 പേര്. ഒരു 23 മാർക്ക് കിട്ടിയത് 8 പേര്. ഇങ്ങനെ തന്നു നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ആദ്യം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ഓർഡർ ആണോ നോക്കണം. ഈ മാർക്സ് ഓർഡറിലാണോ, അല്ലെങ്കിൽ അതിന് ഓർഡർ ആക്കണം. ഇത് നോക്കി കഴിഞ്ഞാൽ 12 ചെറുത്, പിന്നെ 24, പിന്നെ 38 വന്നു, പിന്നെ 23 വന്നു. അങ്ങനെ ആകുമ്പോൾ ഇത് ഓർഡർ അല്ല. അപ്പോൾ ഇതിനെ ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്യുമ്പോൾ ഈ മാർക്സിനെ ഒന്ന് ഇങ്ങോട്ട് ഓർഡർ ചെയ്ത് നോക്കുക. മാർക്സിനെ ഓർഡർ ചെയ്താൽ 12, 38. അപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസും അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് എഴുതണം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 12 മാർക്ക് കിട്ടിയത് 2 പേര്. പിന്നെ വരുന്ന 24 അല്ല, 12 കഴിഞ്ഞാൽ 23, പിന്നെ 24, പിന്നെ 38. 23 മാർക്ക് കിട്ടിയത് 8 പേര്, 18 മാർക്ക് കിട്ടിയത് 10 പേര്. ആദ്യം തന്നെ ഇത് ഇങ്ങനെ ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്ത് മാറ്റി എഴുതണം. എന്നിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അടുത്ത കോളം ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാമെന്ന് പറയുന്നത് ആദ്യത്തെ ഫ്രീക്വൻസി അത് തന്നെ. രണ്ടാമത്തേലേക്ക് വരുമ്പോൾ 2 + 8 10. മൂന്നാമത്തേലേക്ക് വരുമ്പോൾ 10 + 5 15. അടുത്തതിലേക്ക് 15 + 10 25. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും 25 കിട്ടും. സിഗ്മ എഫ് എന്ന് പറയുന്നത് ഇതൊന്ന് ടോട്ടൽ ചെയ്ത് നോക്ക്. അപ്പോൾ 15ഉം 25ആണ്. അത് തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ടും കിട്ടും. ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ എഴുതും. അടുത്തത് ഇങ്ങനെ ഇത് കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടും. അടുത്തത് 10 + ആഡ് ചെയ്യുമ്പോൾ ക്യുമുലേറ്റീവ്. അടുത്തത് ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടു കഴിഞ്ഞാൽ 25 ആണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത് 25 ഒബ്സർവേഷനാണ്. ഇപ്പോൾ 12 മാർക്ക് കിട്ടിയ 2 കുട്ടികൾ, 12 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം എഴുതുന്നതിന് പകരമാണ് ഇങ്ങനെ എഴുതിയത്. 23 മാർക്ക് കിട്ടിയത് 8 കുട്ടികൾ, 23 8 പ്രാവശ്യം ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതി. ഇത് ഗ്രൂപ്പാക്കി ഡാറ്റയെ. അപ്പോൾ ഇവിടെ 25 കുട്ടികളുണ്ട്. അപ്പോൾ 25ആണ് n എന്ന് പറയുന്നത്, +1 ഡിവൈഡഡ് ബൈ 2th item. 26 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 13ാമത്തെ ഐറ്റം. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് 13 എന്ന് പറയുന്നത് ഇതിൽ ഏത് CFലാണ് വരുന്നതെന്നാണ്. ഇതിൽ വരില്ല, 10ലും വരില്ല, ഇതിൽ വരും. ഇതിനിങ്ങനെ കറസ്പോണ്ടൻ്റ് ആയിട്ട് എടുക്കുക. 13 എന്ന് പറഞ്ഞാൽ ഇതിലാണ് വരുന്നത്. 10 കഴിഞ്ഞാൽ 15 വരെ ഈ കോളത്തിലാണ് വരുന്നത്. അപ്പോൾ 13 എന്ന് പറഞ്ഞാൽ ഇതിലാണ് വരുന്നത്. അതിന് കറസ്പോണ്ടൻ്റ് 24. അപ്പോൾ 24 എന്ന് പറയുന്നതാണ് മീഡിയൻ. ഇത്ര എളുപ്പമാണ്. n+1/2th item എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഓർഡറിലല്ലെങ്കിൽ ആദ്യം ഓർഡർ ചെയ്യുക, പിന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം, ദെൻ n+1/2th item കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ളത് ഏതിലാണ് വരുന്നതെങ്കിൽ അതിനെ എടുക്കുക. ഓക്കെ, വളരെ എളുപ്പമാണത്. ഇനി മീഡിയൻ കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ഒരു ഇക്വേഷൻ, നമുക്കൊരു പുതിയ ഇക്വേഷൻ ഇവിടെ പരിചയപ്പെടേണ്ടി വരും. കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോൾ ക്ലാസ്സുകളാണ് 0 to 10, 10 to 20, 20 to 30. അവിടെ ഫ്രാക്ഷൻസ് വാല്യൂസും എല്ലാം പെടും. ഒരു വലിയ ക്ലാസ്സിനുള്ളിലായിട്ട് കുട്ടികളെ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ മാർക്സ് എന്ന് പറയുമ്പോൾ 0 നും 10ൻ്റെ ഇടയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 4, ദെൻ 10 to 20. ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ തന്നു നോക്കുക. അപ്പോൾ ഇവിടെ മാർക്സ് 0 നും 10ൻ്റെ ഇടയിൽ മാർക്കുള്ള ഒരു 4 കുട്ടികൾ, 10നും 20, 24, അങ്ങനെ 40നും 50ൻ്റെ ഇടയിൽ മാർക്കുള്ള ഒരു 15 പേര്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റ ഇങ്ങനെ തന്നു. ഇതിന് മീഡിയൻ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ നമ്മൾ മീഡിയൻ ക്ലാസ് കാണണം. ആദ്യം നമ്മൾ മീഡിയൻ ക്ലാസ് കാണാൻ
മീഡിയൻ ക്ലാസ് കാണാൻ n/2 എന്ന് പറയുന്നതാണ് മീഡിയൻ ക്ലാസ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. 4 then 4 + 12 65. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നേരത്തെ പോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നു. എന്നിട്ട് ഇപ്പോൾ 65 ആണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. 65/2 32.5. 32.5 ഐറ്റം ഇതാണ് മീഡിയൻ ക്ലാസ്. ഏത് ക്ലാസ്സിലാണെന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും 40. ഇത് 16 വരെ വരുന്നുള്ളൂ, ഇവിടെയാണ് 35 വേണം. അപ്പോൾ മീഡിയൻ ക്ലാസ് കിട്ടി 20 to 30. അവിടുത്തെ ഫ്രീക്വൻസി 24, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 40. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മീഡിയൻ ആയിട്ടില്ല. അപ്പോൾ അവിടെ മീഡിയൻ കാണാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇക്വേഷനാണ്. മീഡിയൻ ഈസ് ഈക്വൽ ടു L + n/2 - CF/F × H. ഇത് ഓരോന്നും നോക്കാം. L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. n/2 എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്ത് കിട്ടുന്ന വാല്യൂ തന്നെ. 32.5 n/2 അങ്ങനെയാണല്ലോ കിട്ടിയത് മീഡിയൻ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. n/2 CF എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രിസീഡിങ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 40 ആണ്. അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് പ്രിസീഡിങ് ആയിട്ടുള്ളത് 16. അതാണ് CF ആയിട്ട് എടുക്കുക. ഇങ്ങനെ ഓരോന്നിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ F എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ്. H എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെൽ. ഇതാണ് ഈ ഇക്വേഷനിലെ ഓരോ അബ്രിവേഷൻസ്. ഈ വാല്യൂസ് ഇതിലേക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ആ വാല്യൂ നമ്മൾ ഇതിലേക്കൊന്ന് കൊടുത്തു നോക്കുക. ഇവിടെ ഈ ഇക്വേഷൻ പ്രകാരം മീഡിയൻ L + n/2 - CF/F × H. ഈ ഇക്വേഷൻ പ്രകാരം L എന്ന് പറയുന്നത് 20 to 30. ഇതിൽ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 20 + then n/2 32.5 ആണ്. 65 ആണല്ലോ. 65 / 2 അതാണ് n/2. അപ്പോൾ 32.5 മൈനസ് CF എന്ന് പറയുന്നത് പ്രിസീഡിങ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ 40ൻ്റെ മുകളിൽ കിടക്കുന്ന 16 ആണ്. 16 / F ഫ്രീക്വൻസി 24 ഇൻറ്റു ക്ലാസ് ഇൻ്റർവെൽ 10. ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ മീഡിയൻ മാർക്ക് എന്ന് പറഞ്ഞാൽ 26.87 മാർക്സ് എന്നുള്ളത് കിട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 20 എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. ഇത് അവസാനം ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു, അതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യണം. കുട്ടികൾ അങ്ങനെയും കൂടി ഇത് ശ്രദ്ധിക്കണം. അല്ലാതെ ഇതിനെടുത്ത് ഇങ്ങോട്ടൊന്നും ആഡ് ചെയ്തിട്ട് ചെയ്യരുത്. 20 എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. ആ 20 അവിടെ അങ്ങനെ നിർത്തി കൊണ്ടുവരണം. ഇതെല്ലാം ഡിവിഷനും സബ്സ്ട്രാക്ഷനൊക്കെ കഴിഞ്ഞ് ഇതിനെ ആഡ് ചെയ്തിട്ട് 26.87 എന്ന് പറയുന്നത് മീഡിയൻ മാർക്ക്. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ. മീഡിയൻ ഈസ് ഈക്വൽ ടു L + n/2 - CF/F × H എന്ന് പറയുന്നത്. L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് ആണ്. CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രിസീഡിംഗ് ആണ്. F ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ് ആണ്. H ക്ലാസ് ഇൻ്റർവെൽ ആണ്. ഓക്കെ. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നേരത്തെ അരിത്തമെറ്റിക് മീനിലെ പോലെ തന്നെ ഇവിടെ ലെസ് ദാനും മോർ ദാനും അതുപോലെ ഓപ്പൺ എൻഡ് ക്ലാസ്സുകളൊക്കെ വരും. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. നേരത്തെ ചെയ്ത പോലെ ഓപ്പൺ എൻഡ് ക്ലാസ്സുകളെ അതുപോലെ കണക്ട് ചെയ്യണം. അതുപോലെ ലെസ് ദാനും മോർ ദാനും ആണെങ്കിൽ ആ ലോജിക്ക് ഉപയോഗിച്ച് തന്നെ ക്ലാസ്സിനൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ. മീഡിയൻ ആകുമ്പോൾ ഓർഡർ ചെയ്യാൻ പ്രത്യേകം മറക്കാതെ പോകണം. ചിലപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് ഉണ്ടാവും, അതിന് എക്സ്ക്ലൂസീവ് ആക്കുക. അതൊക്കെ നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻക്ലൂസീവ് ക്ലാസ് ആക്കാനൊക്കെയുള്ള മെത്തേഡുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനി കൺഫ്യൂഷൻ ഉണ്ടായാൽ 3ാമത്തെ ക്ലാസ് ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. അതോടൊപ്പം തന്നെ 4ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. മീഡിയൻ കാണാൻ ഗ്രാഫിക്കലി മീഡിയൻ കാണാൻ പറ്റും. ഒജീവ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഒജീവുകൾ വെച്ചുകൊണ്ട് അതിൻ്റെ സെൻട്രൽ പെർപെൻഡിക്കുലറായിട്ട് എക്സ് ആക്സിസിലേക്ക് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അവിടെ മീഡിയൻ കാണാൻ പറ്റും. അപ്പോൾ മീഡിയൻ കാണാൻ ഗ്രാഫിക്കലി മീഡിയൻ കാണാൻ പറ്റും. അത് ഒജീവാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ മീഡിയൻ കാണാനുള്ള ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു. ഇനി നേരത്തെ അരിത്തമെറ്റിക് മീനിൻ്റെ പോലെ തന്നെ മീഡിയനും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ മീഡിയൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നിടത്ത് മെറിറ്റ്സ് ഒന്നാമത്തത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഓപ്പൺ എൻഡ് ക്ലാസ്. ഓപ്പൺ എൻഡ് ക്ലാസ്സുകളും
ഒക്കെ തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലൊക്കെ വരുന്ന ഓപ്പൺ എൻഡ് ക്ലാസ്സുകൾ ഇവിടെ അത്തരം ക്ലാസ്സുകൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മീഡിയൻ എന്ന് പറയുന്നത് ഏകദേശം മിഡിൽ ഭാഗത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ എൻഡ് ക്ലാസ്സുകളിൽ ഒരു അസംഷൻ നടത്തി തെറ്റുകയോ അങ്ങനെ പറയുന്ന കാര്യമൊന്നും ഇവിടെ ബോധേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ, ഇറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ എക്സ്ട്രീം ഡീവിയേഷൻസ്. ഒരു മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിലിൽ വരുന്നതാണ്. അപ്പോൾ അതിന് തുടക്കത്തിൽ വരുന്നതോ അല്ലെങ്കിൽ അവസാനം വരുന്ന വാല്യൂകളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായാലും മീഡിയനിൽ മാറ്റം ഉണ്ടാവില്ല. അതാണ് ഈ എക്സ്ട്രീം ഡീവിയേഷൻസ്. രണ്ട് എൻഡുകളിൽ കിടക്കുന്ന മാർക്കുകളിലൊക്കെ ഡീവിയേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാലും മിഡിലിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല, മീഡിയനിൽ മാറ്റം ഉണ്ടാവില്ല. ദെൻ മോസ്റ്റ് അപ്രോപ്രിയേറ്റഡ് ഇൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ കൺസിഡർ ചെയ്യാൻ അരിത്തമെറ്റിക് മീനിന് സാധിക്കില്ല എന്ന് പറഞ്ഞു. മീഡിയൻ വെച്ചുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാരക്ടർ അല്ലെങ്കിൽ ബ്യൂട്ടി അല്ലെങ്കിൽ സെക്സ് അല്ലെങ്കിൽ കളറ്, ഇതൊക്കെ ഈ മീഡിയൻ എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ മിഡിൽ വാല്യൂ ആവറേജ് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അത് കൺസിഡർ ചെയ്യാം. മറ്റൊന്ന്, അരിത്തമെറ്റിക് മീൻ ഗ്രാഫിക്കലി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. മീഡിയൻ ഒജീവ് വെച്ചുകൊണ്ട് ഗ്രാഫിക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറയാവുന്ന പ്രധാനപ്പെട്ടതൊക്കെ. ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഐറ്റം. എല്ലാ ഐറ്റത്തെയും ബേസ് ചെയ്തിട്ടല്ല ഇത് വരുന്നത്. കാരണം എക്സ്ട്രീമിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ മീഡിയനിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മിഡിൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മീഡിയനെ ബേസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും സം ടോട്ടൽ വെച്ചിട്ടല്ല മീഡിയൻ കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോട്ട് കേപ്പബിൾ ഓഫ് ആൽജിബ്രൈക് ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ആവറേജ് പോലെ അത്രത്തോളം ആൽജിബ്രൈക് ട്രീറ്റ്മെൻറ്റിന് എടുക്കാവുന്നല്ല, ഒരു റിജിഡ് അല്ല, ഡിഫൈൻ അല്ല എന്നാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്നുള്ള പറഞ്ഞത്. ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ചിലപ്പോഴും എക്സാമിലൊക്കെ ചിലപ്പോൾ ചില രീതികളിലൊക്കെ ഈ തിയറി ബേസിലൊക്കെ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് അവിടെ വരാം. ഇനി ആ ചാപ്റ്ററിൽ തന്നെ പരിശോധിച്ചപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞൊരു പാർട്ടീഷൻ വാല്യൂ എന്ന് പറഞ്ഞു. അതുപോലെ ആ ചാപ്റ്ററിൽ പരിശോധിച്ചാൽ തന്നെ ഇനിയും പാർട്ടീഷൻ വാല്യൂസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇപ്പോൾ 4 മീഡിയൻ എന്ന് പറഞ്ഞാൽ 2 ആക്കി തിരിക്കുന്നതാണ്. ഒരു ഒബ്സർവേഷനെ 2 ഈക്വൽ പാർട്സ് ആക്കും. 4 ആക്കുന്നത് 4 ഈക്വൽ പാർട്സ് ആക്കുന്നുണ്ട്, 10 ഉണ്ട്, അതുപോലെ 100 ഉണ്ട്. ഇതൊക്കെ അതിൽ പരിഗണിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ 4 ആണെങ്കിൽ ക്വാർട്ടൈൽ എന്ന് പറയും, 10 ആണെങ്കിൽ ഡീസൈൽ, 100 നമുക്ക് നേരത്തെ അറിയാം പെർസെൻറ്റേൽ എന്ന് പറയുന്നത്, പെർസെൻറ്റേൽ 100 എന്നൊക്കെ പറഞ്ഞിട്ട് കാണാവുന്നുണ്ട്. അപ്പോൾ ക്വാർട്ടൈൽ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്, ഡീസൈലും പെർസെൻറ്റേലും. ഈ മീഡിയനും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ക്വാർട്ടൈലും ഡീസൈലും പെർസെൻറ്റേലും വളരെ എളുപ്പമാണ്. എന്നാലും നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടി പരിശോധിക്കാം. ആദ്യം നമുക്ക് ക്വാർട്ടൈൽ നോക്കാം. ക്വാർട്ടൈൽ എന്ന് പറയുന്നിടത്ത് Q1, Q2, Q3. Q1 എന്ന് പറയുന്നത് ലോവർ ക്വാർട്ടൈൽ, ഇത് മീഡിയനാണ്, മിഡിൽ ക്വാർട്ടൈൽ മീഡിയനാണ്, ഇത് അപ്പർ ക്വാർട്ടൈൽ Q3 അപ്പർ ക്വാർട്ടൈൽ. ക്വാർട്ടൈൽ കാണാനുള്ള ഇക്വേഷൻ കൂടി. ഇപ്പോൾ ക്വാർട്ടൈലാണെങ്കിലും മീഡിയൻ പോലെ തന്നെ ഒബ്സർവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓർഡർ ചെയ്യണം, അസെൻഡിങ് ഓർഡറിലാക്കണം. ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിലും ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് സീരീസിലാണെങ്കിലും മീഡിയൻ കാണുന്നത് പോലെ തന്നെയാണ്. ചില മാറ്റങ്ങളുണ്ട്, അത് നമുക്കിവിടെ പരിശോധിക്കാം. ആദ്യം ചെയ്യേണ്ടത് ഓർഡർ ചെയ്യണം. അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ അസെൻഡിങ് ഓർഡർ ആക്കണം, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലല്ലെങ്കിൽ അതിനെ അസെൻഡിങ് ഓർഡറിലാക്കണം. അത് ആദ്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ക്വാർട്ടൈലിലും നേരത്തെ മീഡിയനിൽ പറഞ്ഞ പോലെ ഗ്രൂപ്പ്ഡ് ഡാറ്റയുണ്ട്, അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുണ്ട്. അപ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ സീരീസ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ നോക്കുക, ഇൻഡിവിജ്വൽ സീരീസിൽ ഇപ്പോൾ 2 മാർക്ക് തരികയാണ്. 7, 8, 9, 11 കുട്ടികളുടെ മാർക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ തന്നിട്ട് ഇതിൽ Q1ഉം Q3യും കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ലോവർ ക്വാർട്ടൈലും അപ്പർ ക്വാർട്ടൈലും കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്നുള്ളത് 230. അപ്പോൾ ഇങ്ങനെ ഓർഡർ ആക്കി കഴിഞ്ഞു. 2, 4, 5, 6, 6, 7, 8, 10, 11, 12, 13 ഇങ്ങനെ ഓർഡർ ആക്കി കഴിഞ്ഞാൽ ഇത് 1, 2, 3, 11 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ Q1 കാണാനുള്ള ഇക്വേഷൻ, Q1 എന്ന് പറയുന്നത് n+1/4 ഐറ്റം. ഇതാണ് ഇൻഡിവിജ്വൽ സീരീസിൽ ലോവർ ക്വാർട്ടൈൽ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് 11 ഉണ്ട്. അപ്പോൾ 11 + 1 / 4, 12/4. അപ്പോൾ തേർഡ് എന്ന് പറയുന്ന തേർഡ് ഐറ്റമാണ്. തേർഡ് ഐറ്റം ഇതിൽ മൂന്നാമത്തേത് ഏതാണെന്ന് നോക്കുക. ഇതാണ് 1, 2 മൂന്നാമത്തേത്, ഇതാണ് Q1. അപ്പോൾ Q1 = 5 എന്നുള്ളത് കിട്ടും.
ഇനി Q3 ആണ് കാണേണ്ടതെങ്കിൽ ഇതിൽ Q3 കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ Q3 കാണാനുള്ള ഇക്വേഷൻ 3 × n+1/4 item. 3 × n+1/4 item. അപ്പോൾ ഇവിടെ 11 തന്നെയാണ്. അപ്പോൾ 3 × 11 + 1/4 36/4 9th item. അപ്പോൾ 9th item 1 2 3 4 5 6 7 8 9 ഒൻപതാമത്തെ ഐറ്റം. അപ്പോൾ Q3 = 11. ഇതാണ് Q1ഉം Q3ഉം കാണാനുള്ള ഇക്വേഷൻ. പാർട്ടീഷൻ വാല്യൂയിൽ ലോവർ ക്വാർട്ടയിലും അപ്പർ ക്വാർട്ടയിലും ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ n+1/2 മീഡിയനിൽ കണ്ടപ്പോൾ ഇവിടെ ക്വാർട്ടയിലാവുമ്പോൾ 4 കൊടുത്തു. ഇക്വേഷനിൽ മാറ്റമില്ല. ഇൻഡിവിജ്വൽ സീരീസിൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. എന്നാൽ Q1 ഇതുപോലെ ഒരു റൗണ്ടഡ് ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്പർ നോക്കി എടുക്കാം. അതേസമയം ഇപ്പോൾ കാൽക്കുലേറ്റ് Q1 ആൻഡ് Q3 എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരിക. ഇവിടെ വേജസ് തരികയാണ്. വേജസ് ഒരാൾക്ക് കിട്ടുന്നത് 150 ആണ്, മറ്റൊരാളുടേത് 170 40 400 500 650 700. ഇതിൻ്റെ Q1 ലോവർ ക്വാർട്ടയിൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇക്വേഷൻ പ്രകാരം തന്നെ Q1 = n+1/4 item. ഇവിടെ n എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10 10 10 + 1/4 item. അപ്പോൾ 11/4 item എന്ന് പറയുമ്പോൾ 2.75 ഐറ്റമാണ്. 2.75. ഇതല്ല ആൻസർ. 2.75. ഇപ്പോൾ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170 ആണ്. 0.75 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന വാല്യൂ ആണ്. ഇങ്ങനെ വരുമ്പോൾ അത് നമ്മൾക്ക് കറക്റ്റ് ചെയ്യാൻ 2.75 എന്ന് പറയുമ്പോൾ വരുമ്പോൾ സെക്കൻഡ് വാല്യൂ ആദ്യം എഴുതാം. സെക്കൻഡ് വാല്യൂ പ്ലസ് 0.75 ഇൻറ്റു തേർഡ് വാല്യൂ. സെക്കൻഡ് വാല്യൂ ആയതുകൊണ്ട് തൊട്ടപ്പുറത്തത് വാല്യൂ. തേർഡ് വാല്യൂ മൈനസ് സെക്കൻഡ് വാല്യൂ. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് 170. 170 പ്ലസ് 0.75 ഇൻറ്റു തേർഡ് വാല്യൂ 200. 200 മൈനസ് ദെൻ സെക്കൻഡ് വാല്യൂ 170. അടുത്ത ഘട്ടത്തിൽ 170 പ്ലസ് 0.75 ഇൻറ്റു 200 മൈനസ് 170 എന്ന് പറയുന്നത് 30. 30 ഇൻറ്റു 0.75 പ്ലസ് 170 എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇതുപോലെ Q3 ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഫ്രാക്ഷൻസ് ആയിട്ട് കിട്ടുമ്പോൾ ഏതാണ് ഇപ്പോൾ ഇവിടെ 3.75 കിട്ടുന്നതിന് മൂന്നാമത്തെ വാല്യൂ പ്ലസ് 0.75 ഇൻറ്റു നാലാമത്തെ വാല്യൂ മൈനസ് മൂന്നാമത്തെ വാല്യൂ. ഈ രീതിയിലാണ് Q3 ആണെങ്കിലും Q1 ആണെങ്കിലും ഇങ്ങനെ ഫ്രാക്ഷൻസ് ഉള്ളതാവുമ്പോൾ വരുമ്പോൾ ചെയ്യേണ്ടത്. ഡിസ്ക്രീറ്റ് സീരീസിലും ഇക്വേഷനിൽ മാറ്റമില്ല. ഡിസ്ക്രീറ്റ് സീരീസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ സൈസ് ഓഫ് ഷൂ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് തരുന്നു. അതുപോലെ നമ്പർ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി വേറൊരു ഭാഗത്തും തരുന്നു. സൈസ് ഓഫ് ഷൂ എന്ന് പറയുന്നത് 4 സൈസ് 4.5 5.5 ഇങ്ങനെ പറയുന്ന സൈസുകൾ തരുന്നു. ഫ്രീക്വൻസി എന്നുള്ളിടത്ത് ഇങ്ങനെ സൈസ് ഓഫ് ഷൂവും അതുപോലെ ഫ്രീക്വൻസി. ഇതിൽ Q1ഉം Q3 ആണ് കാണാൻ വേണ്ടി പറഞ്ഞതെങ്കിൽ ആദ്യം തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ഇപ്പോൾ 10 8 3 then 85 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടു. ഇനി ഇക്വേഷനിൽ Q1 കാണാനുള്ള ഇക്വേഷൻ n+1/4 item 85 ആണ് n എന്ന് പറയുന്നത്. അപ്പോൾ 85 പ്ലസ് 1/4 80 പ്ലസ് 1/4 21.5 ഐറ്റം. അപ്പോൾ അത് എവിടെ വരുന്നത്? 18 വരെ എവിടെ വരും? ഇവിടെ ഇതിലാണ് 21.5 വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് പറയുന്നതാണ് Q1 എന്ന് പറയുക. ഇതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള സൈസ് ഓഫ് ഷൂ എന്ന് പറയുന്നത് 5. അപ്പോൾ Q1 എന്ന് പറയുമ്പോൾ 5 എന്നുള്ളത് കിട്ടും. ഇനി Q3 ആണെന്നുണ്ടെങ്കിൽ Q3യിലേക്ക് ചെയ്യാം. അപ്പോൾ Q3 3 ഇൻറ്റു n+1/4 ഐറ്റം. അപ്പോൾ ഇവിടെ തന്നെ നോക്കുക. ഈ 85 ആണ് ഇവിടുത്തെ 85 ആണ് ഇവിടുത്തെ n. 85 പ്ലസ് 1/4 3 ഇൻറ്റു
ഫോർത്ത് ഐറ്റം 3 ഇൻറ്റു 86 ഡിവൈഡഡ് ബൈ ഫോർത്ത് ഐറ്റം. അപ്പോൾ 258 ഡിവൈഡഡ് ബൈ 4 64.5. 64 ഫിഫ്ത്ത് ഐറ്റം. അപ്പോൾ അത് വരുന്നത് 63 വരെ ഇവിടെ വരണുള്ളൂ. 64 പോയിൻ്റ് ആണെങ്കിൽ ലാസ്റ്റ് ഇതിലേക്ക് വലിക്കാം. ഇതിലാണ് 64.5 വരുന്നത്. അപ്പോൾ 6.5 ആണ്. അപ്പോൾ എന്ത് കിട്ടി? Q3 ഈസ് ഈക്വൽ ടു 6.5. Q3 ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ Q1ഉം Q3 കാണേണ്ടത്. ഇക്വേഷൻസ് വ്യത്യാസമില്ല, മീഡിയൻ്റെ അതേ ഇക്വേഷൻ തന്നെ, പക്ഷേ 2 വരുന്നിടത്തൊക്കെ 4 വരും. ബൈ 4 n+1/4 3 ഇൻറ്റു n+1/4. ഇപ്പോൾ Q3 എന്ന് പറയുന്നത് നമുക്ക് പുതിയതാണ്. അതും ഇത് പ്രകാരം തന്നെ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് Q1ഉം Q3യും മീഡിയനും ഒക്കെ കാണുമ്പോഴും കിട്ടിയ വാല്യൂവിനെ ഓർഡർ ചെയ്യാൻ മറന്നു പോകരുത്. ഓർഡറിലാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എന്നിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കി എല്ലാം തെറ്റിപ്പോകും. ഇനി ഇവിടെ പാർട്ടീഷൻ വാല്യൂയിൽ കണ്ടിന്യൂസ് സീരീസിൽ ക്വാർട്ടൈൽ കാണാം. അതായത് മീഡിയനിൽ കണ്ടിന്യൂസ് സീരീസിൽ കാണുമ്പോൾ n/2 ആണ് കണ്ടിരുന്നത്, n+1 അല്ല. അതുപോലെ തന്നെ ഇവിടെ n/4 ആണ്. ഇവിടെ 4th ആണ് ക്വാർട്ടൈൽ ക്ലാസ് കാണാം. അത് Q1 കാണാനാണെങ്കിൽ, Q3 ആണ് കാണാനെങ്കിൽ 3 ഇൻറ്റു n/4. ഇങ്ങനെയാണ് ക്വാർട്ടൈൽ ക്ലാസ് കാണാം. നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 3, 7 and 11. ഇവിടെ തന്നിരിക്കുന്നത് ഓർഡറിലാണ്, അതുകൊണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. മാർക്കുകൾ സെൻഡിങ് ഓർഡറിലാണ് 0 to 10, 10 to 20, 20 to 30 അങ്ങനെ ഓർഡറിൽ തന്നതുകൊണ്ട് ഇനി നമ്മൾ ഓർഡർ ആക്കേണ്ടതില്ല, ഇവിടെ തന്നെ ചെയ്തു. ദെൻ നെക്സ്റ്റ് CF കാണാം. അപ്പോൾ 3, 10, 100. ഇനി Q1 ക്ലാസ് കാണണം. Q1 ക്ലാസ് കാണാൻ n/4 ആണ്. അപ്പോൾ 100/4. Q1 കാണാൻ Q1 എന്ന് പറയുന്നത് 100/4. 25th വരുന്ന ഏതിലാണ്? ഇതിൽ 19 വരെ വരുള്ളൂ. ഇവിടെ ഇത് 25th വരുന്നത്. ഇതാണ് Q1 ക്ലാസ് എന്ന് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് സീരീസ് ആണല്ലോ. അപ്പോൾ മീഡിയം കാണുമ്പോൾ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരിക. by2 വരുന്നിടത്ത് by4 വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Q1 കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് L+n/4 മൈനസ് CF/F ഇൻറ്റു H. വ്യത്യാസം അത് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ 30 പ്ലസ് ദെൻ ഫ്രീക്വൻസി 11 ഇൻറ്റു 10. ഇത് സോൾവ് ചെയ്യാം. 30 പ്ലസ് 25 മൈനസ് 19 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 100. അപ്പോൾ 25 മൈനസ് 19, അപ്പോൾ ഇവിടെ 6 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 10. ലാസ്റ്റ് ആൻസർ Q1 എന്ന് പറയുന്നത് നമുക്ക് 35.46 കിട്ടും. ഇനി Q3 ചെയ്ത് നോക്കാം. Q3 ക്ലാസ് കാണാൻ ഇതാണ് ഇക്വേഷൻ. 3 ഇൻറ്റു n/4 അല്ലേ? 3 ഇൻറ്റു n/4, 3 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 75 ആണ്. Q3 എന്ന് പറയുന്ന ക്ലാസ് 75 കിട്ടുക. അപ്പോൾ 75 ഇതിലാണ് വരിക. ഇതേപോലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷനിൽ ഇതുപോലെ അപ്ലൈ ചെയ്യാം. അവിടെ ഇക്വേഷനിലൊരു ചെറിയ മാറ്റം വരും, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. Q3 ഇക്വേഷൻ L+3 ഇൻറ്റു n/4 മൈനസ് CF/F ഇൻറ്റു H. ഇവിടെ Q3 ക്ലാസ് കിട്ടിയിരിക്കുന്നത്, Q3 എന്ന് പറയുന്ന ക്ലാസ് കിട്ടിയിരിക്കുന്നത് 75th ആണല്ലോ, ഇവിടെയാണല്ലോ. അപ്പോൾ 50 പ്ലസ് ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 57.5 മാർക്സ് കിട്ടും. അപ്പോൾ ഇവിടെയും Q3യും Q1ഉം കണ്ടിന്യൂസ് സീരീസിൽ കാണുന്നത് ജസ്റ്റ് ലൈക്ക് ആസ് എ മീഡിയൻ. ഇവിടെ by2 എന്ന് പറയുന്നിടത്ത് by4 വരും. പിന്നെ പരിചയമില്ലാത്തത് Q3 എന്ന് പറയുന്നതാണ്. അത് 3 ഇൻറ്റു n/4. ഈ രീതിയിൽ നമ്മൾക്ക് Q1ഉം Q3യും കണ്ടിന്യൂസ് സീരീസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യത്തിൽ അതൊന്ന് ഗ്രിപ്പ് കിട്ടാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ വളരെ എളുപ്പമായിട്ട് പോകും. ഓക്കെ. ഇതേപോലെ തന്നെ 4 വരുന്നിടത്തൊക്കെ 10 കൊടുത്തു കഴിഞ്ഞാൽ ഡീസൈൽ കാണാം. 4 വരുന്നിടത്തൊക്കെ 100 കൊടുത്തു കഴിഞ്ഞാൽ പെർസെൻറ്റേജും കാണാം. ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തത് 2 വരുന്നിടത്തൊക്കെ 4 കൊടുത്തപ്പോഴാണ് ക്വാർട്ടൈൽ കണ്ടത് അല്ലേ? ഓക്കെ. ആ രീതിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ റിവിഷനായിട്ട് നിങ്ങൾ ചെയ്തു നോക്കണം.
ഇനി ഇതിലെ മൂന്നാമത്തത് മോഡ് എന്ന് പറയുന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. ലാ മോഡ് എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഈ മോഡ് എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ ലാ മോഡ് എന്ന് പറയുന്ന മോസ്റ്റ് ഫാഷനബിൾ വാല്യൂ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഡിസ്ട്രിബ്യൂഷനിലെ മോസ്റ്റ് ഫാഷനബിൾ ആയിട്ടുള്ള വാല്യൂ. ഇവിടെ മോഡിലേക്ക് നമ്മൾക്ക് അതിനെ എടുക്കുമ്പോൾ മോസ്റ്റ് റിപ്പീറ്റിംഗ് വാല്യൂ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം നോക്കുക, ഇപ്പോൾ 2 4 കുട്ടിക്ക് 2, മറ്റൊരു കുട്ടിക്ക് 4, മറ്റൊരു കുട്ടിക്ക് 6, മറ്റൊരു കുട്ടിക്ക് 8, വേറൊരു കുട്ടിക്ക് 10. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒന്നും റിപ്പീറ്റിംഗ് ഇല്ല. അപ്പോൾ ഇത് നോ മോഡാണ്, ഇവിടെ മോഡില്ല. എന്നാൽ വേറെ ഒരെണ്ണം 2 4 6 4 10, 5 കുട്ടികളുടെ മാർക്ക് ഇങ്ങനെ. അപ്പോൾ മോഡിനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 4 പിന്നെ അടുത്ത ഒരു 4 10. ഇവിടെ റിപ്പീറ്റ് ചെയ്ത് 4 2 പ്രാവശ്യം വന്നു റിപ്പീറ്റിംഗ്. അപ്പോൾ അതുപോലെ ഇത് യൂണി മോഡാണ്. യൂണി മോഡ് 2 ഇങ്ങനെയാണ് 5 കുട്ടികളുടെ മാർക്കെങ്കിലോ. അപ്പോൾ ഇതിനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 2 4 4 6. ഇവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, 4 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബൈ മോഡലാണ്. ബൈ മോഡൽ ഒക്കെ ഉണ്ട്. അതുപോലെ 2-ലധികം കുട്ടികളുടെ മാർക്ക് ഒരുപോലെ വന്നു റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മൾട്ടി മോഡ്. ഒന്നുമില്ലെങ്കിലാ അത് നോ മോഡൽ. അപ്പം നോ മോഡും യൂണി മോഡലും ബൈ മോഡലും മൾട്ടി മോഡലും മോഡുകളിൽ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഭാഗം. ഓക്കെ. അപ്പോൾ മോഡ് ഇൻഡിവിജ്വൽ സീരീസിലും അതുപോലെ ഡിസ്ക്രീറ്റ് ഗ്രൂപ്പ്ഡ് ഡാറ്റകളിൽ കണ്ടിന്യൂസ് സീരീസിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 27 മാർക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ മോഡുണ്ടോ എന്നറിയണമെങ്കിൽ ആദ്യം ഇതിനങ്ങോട്ട് ഓർഡർ ചെയ്താൽ മതി. ഇതിനൊന്ന് അസെൻഡിങ് ഓർഡറിലാക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് 27, ഒരെണ്ണമുണ്ട്, വീണ്ടും ഒരു 27 ഉണ്ട്, 48. ഇങ്ങനെ ഓർഡർ ചെയ്തപ്പോൾ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മോഡ് എന്ന് പറഞ്ഞാൽ 27 ആണ്. അപ്പോൾ ഇങ്ങനെ ഇൻഡിവിജ്വൽ സീരീസിൽ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു മോഡുള്ളെങ്കിൽ അത് യൂണി മോഡ്. ഇതുപോലെ 28 ഇതുപോലെ 2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ 27 2 28 2 ഉണ്ടെങ്കിൽ അത് ബൈ മോഡലായി. പിന്നെ അതിലും കൂടുതലുണ്ടെങ്കിൽ 2-ൽ കൂടുതലുണ്ടെങ്കിൽ മൾട്ടി മോഡലാണ്. മോഡൊന്നും ഇല്ലെങ്കിലോ ഈ 27-ന് പകരം ഇവിടെ ഒരു 26 ആയിരുന്നെങ്കിലോ അപ്പോൾ ഇതിൽ റിപ്പീറ്റിംഗ് ഇല്ല. അപ്പോൾ ഇവിടെ നോ മോഡലാണ്. ഇത് ഇൻഡിവിജ്വൽ സീരീസിൽ ഇങ്ങനെ. ഇനി ഡിസ്ക്രീറ്റ് സീരീസിലും ഹയസ്റ്റ് ഫ്രീക്വൻസി എടുത്താൽ മതി. ഡിസ്ക്രീറ്റ് സീരീസ് അത് മനസ്സിലാവാൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഏജ് എന്നുള്ളത് 15, 5 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്പർ ഓഫ് കുട്ടികൾ 5 വയസ്സിൻ്റെ അതിലുള്ളവർ 10 പേരുണ്ട്, 8 വയസ്സിനുള്ളത് 19 പേരുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇതിലെ ഡിസ്ക്രീറ്റ് സീരീസ് വേറെ ഒന്നും ഇതിൽ നോക്കാനില്ല. ഇതിലെ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 24 ആണ്. അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ 10 ആണ്. ഏജ് 10. ഇതാണ് ഇതിലെ മോഡ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ വേണ്ട, കാരണം 10 എന്ന് പറയുന്നത് 24 പ്രാവശ്യം കൊണ്ട് എഴുതുകയാണ്. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് 10 ആണ്. ഇവിടെ 8 12 പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ, 5 അത് 10 പ്രാവശ്യമേ ഉള്ളൂ. 24 പ്രാവശ്യം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നത് 10 ആണ്, മോസ്റ്റ് റിപ്പീറ്റിംഗ്. അതുകൊണ്ട് 10 ഏജ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മോഡ്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഇങ്ങനെ തന്നെയാണ് മോഡ് കാണാം. ഇവിടെയും ഈ ബൈ മോഡും മൾട്ടി മോഡൊക്കെ വരാം, വളരെ അപൂർവമാണ്. എന്നിരുന്നാലും ഡിസ്ക്രീറ്റ് സീരീസിൽ മോഡ് കാണാൻ ഇത്രയും എളുപ്പമാണ്. ഇനി കണ്ടിന്യൂസ് സീരീസിലേക്ക് നോക്കുക. കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കാണാൻ ഒരു എക്സാമ്പിൾ നോക്കുക. അപ്പോൾ മാർക്സ് എന്നുള്ളിടത്ത് 0 to 10 50 മാർക്ക്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇങ്ങനെ വന്നു നോക്കാം. ഇവിടെ മോസ്റ്റ് റിപ്പീറ്റിംഗ് എന്ന് പറയുന്നത് 28 ആണ്. ഇതാണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ 30-നും 40-നും ഇടയിൽ മാർക്കുള്ള, പക്ഷെ അത് എത്രയെന്ന് അറിയില്ല. ഇത് കണ്ടിന്യൂസിൽ ഇവിടെ മോസ്റ്റ് റിപ്പീറ്റിംഗ് ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 28 ആണ്. 30-നും 40-നും ഇടയിൽ മാർക്ക് കിട്ടിയവരാണ് ഏറ്റവും കൂടുതൽ പേര്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ മോഡ് കാണണമെങ്കിൽ ഇക്വേഷൻ വ്യത്യാസമുണ്ട്. സീരീസിൽ മോഡ് കാണാനുള്ള L+D1 ഡിവൈഡഡ് ബൈ D1 + D2 ഇൻറ്റു H. ഇതിൽ L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസ്. കൺഫ്യൂഷൻ വേണ്ട, ഇവിടെ 30 40 എന്ന് പറഞ്ഞിടത്ത് 30 L കിട്ടുക. D1 എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് ആൻഡ് പ്രീ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൻ്റെ
ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ്. D2 എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് ആൻഡ് പോസ്റ്റ് മോഡൽ ക്ലാസ് അല്ലെങ്കിൽ സക്സീഡിങ്. ഇതും തൊട്ട് താഴെയുള്ളതും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പോൾ 28 - 16, ഇത് 16 സ്വാഭാവികമായിട്ട് ഇത് രണ്ടും 16 ആയി വന്നുള്ളൂ. അപ്പോൾ അത് എത്രയാണ്? ഇപ്പോൾ മൈനസ് ആണെങ്കിൽ മൈനസ് എടുക്കില്ല, മൈനസ് സ്വാഭാവികമായിട്ടും വരില്ല, കാരണം ഹയസ്റ്റ് ഫ്രീക്വൻസി ആണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ D2 കിട്ടും. അത് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡ് എന്നുള്ളത് കിട്ടും. ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ L, ഇപ്പോൾ ഇവിടുത്തെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് 30 to 40 ആണ്. ഹയസ്റ്റ് ഫ്രീക്വൻസി 28 ആണ്, 30 to 40 ആണ്. അപ്പോൾ 30 പ്ലസ് D1 എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ളതാണ്. ഇവിടെയാണ് D1, 28 - 16, അപ്പോൾ 12 ഡിവൈഡഡ് ബൈ D1 തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ 12 പ്ലസ് D2 എന്ന് പറഞ്ഞാൽ 28, ഇവിടേക്കാണ് D2, 28 മൈനസ് അതും 12 തന്നെയാണ്, ഇൻറ്റു ഇവിടുത്തെ ക്ലാസ് ഇൻ്റർവെല് 10. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 30 + 12 ഡിവൈഡഡ് ബൈ 24 × 10 അത് സോൾവ് ചെയ്യുമ്പോൾ 35 എന്നുള്ളത് കിട്ടും. അപ്പോൾ മോഡ് എന്നുള്ളത് 35. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കാണാം, വളരെ എളുപ്പമാണ്. മോഡിൻ്റെ ഇക്വേഷൻ L + D1 + D2 × H. അങ്ങനെ D1 ഉം D2 ഉം കാണാം, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. H ക്ലാസ് ഇൻ്റർവെല്ലാണ്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡ് എന്നുള്ളത് കിട്ടും. ഓക്കെ. ഇനി അതുപോലെ ചിലപ്പോൾ ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കാണാറുണ്ട്. മീഡിയനും മീനും തരും, എന്നിട്ട് മോഡ് കാണാൻ പറയും. ഇതുപോലെ ഒബ്സർവേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മോഡ് കാണാൻ വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ - 2 മീൻ. ഇതാണ് ഇക്വേഷൻ. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് 26.8 മീഡിയനായിട്ട് 27.9 തന്നു, മീനായിട്ട് 26.8 തന്നിട്ട് മോഡ് കാണാൻ പറഞ്ഞു. വേറെ ഒബ്സർവേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഇക്വേഷനിലേക്കാണ് അപ്ലൈ ചെയ്യുക. 3 × 27.8 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 30.1 എന്നുള്ളത് കിട്ടും. 30.1 എന്ന് പറഞ്ഞത് മോഡ് എന്നുള്ളത് കിട്ടും. ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം, ഇങ്ങനെയും ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മീനും മീഡിയനും മോഡും തമ്മിലുള്ള ഒരു റിലേഷൻ കാണാൻ പറ്റും. അരിത്തമെറ്റിക് മീനും മീഡിയനും മോഡും തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷൻസ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് പൊസിഷൻ ഓഫ് അരിത്തമെറ്റിക് മീൻ, മീഡിയൻ ആൻഡ് മോഡ്, ഇവയുള്ള റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത്, മോഡ് എന്ന് പറയുന്നത് എപ്പോഴും വലുതായിരിക്കും മീഡിയനേക്കാൾ, മീഡിയൻ എന്ന് പറയുന്നത് എപ്പോഴും വലുതായിരിക്കും മീനിനേക്കാൾ. മറ്റൊരു രീതിയിൽ എഴുതാം, മീൻ എന്ന് പറയുന്നത് ചെറുതായിരിക്കും മീഡിയനേക്കാൾ, മീഡിയൻ ചെറുതായിരിക്കും മോഡ് എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ. പൊസിഷനിൽ എപ്പോഴും മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ വരുന്നതാണ്. മോഡ് എപ്പോഴും മോഡ് ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ, മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മീൻ. ഇതാണ് റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഗ്രാഫിക്കലി മോഡ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതിന് ഹിസ്റ്റോഗ്രാം നമ്മൾ 4ാമത്തെ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. ഹിസ്റ്റോഗ്രാം വെച്ചുകൊണ്ട്, ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ട് മോഡ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് വരച്ചുകൊണ്ട് നമുക്കിവിടെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. മോഡ് ഗ്രാഫിക്കലി ഡിറ്റർമിൻ ചെയ്യാം. മീഡിയനും അതുപോലെ ഒജീവ് വരച്ചുകൊണ്ട് ഗ്രാഫിക്കലി ഡിറ്റർമിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു സാമ്പിളായിട്ട് വരച്ച് നോക്കുക. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും. ഈ വൈ ആക്സിസിൽ നമ്മൾ കമ്പനികൾ കൊടുക്കുകയാണ്. അപ്പോൾ മാക്സിമം വരുന്ന 27 അപ്പോൾ 5ൻ്റെ ഇൻ്റർവെല്ലിൽ കൊടുക്കുക 30, 35. നമുക്ക് മാക്സിമം 27 വരുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നിടത്ത് മാക്സിമം 600 വരെ വരുന്നുണ്ട്. ഇവിടുന്ന് 100 വെച്ച് കൊടുക്കുക 600. ഇനി ആദ്യം 0 to 100ൽ 12 അപ്പോൾ 0 to 100 എന്ന് പറയുന്നിടത്ത് ഇവിടുന്ന് 12, ഇവിടുന്ന് 10 കഴിഞ്ഞ് ഏകദേശം ഒരു സ്പേസ് നമ്മൾ കാണാം. അപ്പോൾ ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഹിസ്റ്റോഗ്രാം ആണല്ലോ, ചേർത്ത് പോവുകയാണ്. അടുത്ത 100 to 200, 100 to 200ൽ 18 അപ്പോൾ 18 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ഈ ഒരു ഹൈറ്റിൽ വരും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഹൈറ്റിൽ 200. അടുത്ത് വരുന്നത് 6 6 എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈറ്റാണ് അതിന് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് നമ്പർ ഓഫ് കമ്പനീസാണ്, ഇത് പ്രോഫിറ്റാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു ഡയഗണലായിട്ട് ഈ 2 കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ഡയഗണലായിട്ട് ഇവിടെ നിന്ന് കൊടുത്തു,
ഇവിടുന്ന് പെർപെൻഡിക്കുലറായിട്ട് താഴേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ അതേതാണോ അതാണ് മോഡായിട്ട് നമുക്ക് ഹിസ്റ്റോഗ്രാം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി മീഡിയനും മീനിനൊക്കെ പറഞ്ഞ പോലെ ഇതിനും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കി നോക്കുക. ഇതിൻ്റെ മോഡിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നിടത്ത് ട്രൂ റെപ്രസെൻറ്റേഷൻ, ഇത് മോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വളരെ കറക്റ്റായിരിക്കും. റിപ്പീറ്റ് ചെയ്ത് വന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഡ് മോസ്റ്റ് റിപ്പീറ്റിങ് ട്രൂ റെപ്രസെൻറ്റേഷൻ നടത്തും. അതുപോലെ നോട്ട് അഫക്റ്റ് എക്സ്ട്രീം, ഇവിടെ എക്സ്ട്രീം എന്ന് പറയുന്നത് ഇവിടെ അതിനെക്കുറിച്ചൊന്നും ബോധേഡ് ചെയ്യേണ്ട. അരിത്തമെറ്റിക് മീനിൽ കാണുന്ന പോലെ ചെറിയ വാല്യുവേഷൻസ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ അതിൽ നോക്കേണ്ടുള്ളൂ. മോസ്റ്റ് ഫാഷനബിൾ ആയിട്ടുള്ളത് എന്നേ നോക്കേണ്ടുള്ളൂ. ക്യാൻ ബി ഇൻ ഓപ്പൺ എൻഡോ ക്ലോസ്ഡോ ഏതോ ആവട്ടെ, മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ അതൊരു വിഷയമേ അല്ല. ദെൻ ഗ്രാഫിക്കലിയും മോഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. റിജിഡ്ലി ഡിഫൈൻഡ് മോഡ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ പോലെ റിജിഡ്ലി ഡിഫൈൻ അല്ല. ഓൺ ഈച്ച് ഐറ്റം, നോട്ട് ബേസ്ഡ് ഓൺ ഈച്ച് ഐറ്റം. ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള അതിനോട് ബേസ് ചെയ്തിട്ടുള്ള അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ എടുക്കുകയുള്ളൂ. എല്ലാ ഐറ്റംസിനെയും കൺസിഡർ ചെയ്തിട്ടല്ല മോഡ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോട്ട് കേപ്പബിൾ ഓഫ് ആൽജിബ്രായിക് ട്രീറ്റ്മെൻറ്റ്. ഈ ഒരു ലിമിറ്റേഷൻസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആൽജിബ്രായിക് ട്രീറ്റ്മെൻറ്റിന് പിന്നീട് അത് കേപ്പബിൾ അല്ല എന്നും കൂടി ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇത്രയും ഇതൊരു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആവറേജ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ചാപ്റ്ററാണ്. മാത്രമല്ല വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അരിത്തമെറ്റിക് മീനും മീഡിയനും മോഡും കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിക്കുക. എന്ന് പറഞ്ഞാൽ 6ഉം 7ഉം 8ഉം ഒക്കെ ആ ചാപ്റ്ററിലെ ന്യൂമറിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആവറേജ് എന്ന് പറയുന്നിടത്ത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ അനാലിസിസ് നടത്തിപ്പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് അരിത്തമെറ്റിക് മീനിനെ കുറിച്ച് പഠിച്ചു, മീഡിയൻ, അതുപോലെ മോഡ്. ഇവിടെയൊക്കെ ഗ്രൂപ്പ്ഡ് ഡാറ്റ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ അതിൻ്റെ ഒക്കെ ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞതാണ്. ആ ഇക്വേഷൻസൊക്കെ ഒന്ന് ലളിതമായിട്ട് നമുക്കൊന്നിവിടെ എഴുതി നോക്കാം. ഇവിടെ നമ്മൾ കുറേ ഇക്വേഷൻസ് കണ്ടു കഴിഞ്ഞു. അത് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും അതുപോലെ കണ്ടിന്യൂ. ആദ്യം അരിത്തമെറ്റിക് മീനിൻ്റെത്, പിന്നെ മീഡിയൻ. അപ്പോൾ ഇവിടെ ഇക്വേഷൻസ് നോക്കാം. ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. അതുപോലെ ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് പോകുമ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. കണ്ടിന്യൂസ് സീരീസിലേക്ക് പോകുമ്പോൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ്. ഇവിടെ മിഡ് വാല്യൂ കാണുക എന്നുള്ളതാണ്. മീഡിയനിലേക്ക് പോകുമ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ n+1/2th ഐറ്റം. ഇവിടെ ഓർഡർ ചെയ്യണം, അസെൻഡിങ് ഓർഡറിലാക്കിയിട്ട് വേണം n കാണാനും, n+1/2th ഐറ്റം കാണാനും. അതുപോലെ n+1/2th ഐറ്റം തന്നെ ഡിസ്ക്രീറ്റ് സീരീസിൽ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് കാണുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ട്. കണ്ടിന്യൂസ് സീരീസിൽ n/2 മീഡിയൻ ക്ലാസ് കാണും. എന്നിട്ട് l+n/2 - CF/f × h. ഈ CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രിസീഡിംഗ് ആണ്, F ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ് ആണ്, H ക്ലാസ് ഇൻ്റർവെലാണ്. മോഡ് ഇൻഡിവിജ്വലിൽ മോസ്റ്റ് റിപ്പീറ്റിംഗ് ആണ്. അവിടെ നോ മോഡ് ഉണ്ടാവും, സിംഗിൾ യൂണി മോഡ് ഉണ്ടാവും, ബൈ മോഡ് ഉണ്ടാവും, മൾട്ടി മോഡ് ഉണ്ടാവും, ഒക്കെ ആവും. അതുപോലെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിൽ മോഡ് അങ്ങനെയാണ്, ഹയസ്റ്റ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള സൈസ്. കണ്ടിന്യൂസ് സീരീസിലേക്ക് L+D1/D1+D2 × h. D1 എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് ആൻഡ് പ്രീ മോഡൽ ക്ലാസ്. D2 ആണെങ്കിൽ പോസ്റ്റ് മോഡൽ ക്ലാസ്, മോഡൽ ക്ലാസ്സിൻ്റെ താഴെയുള്ള ഫ്രീക്വൻസിയുമായിട്ടുള്ള ഡിഫറൻസ് ഇൻറ്റു h. ക്വാർട്ടൈലാണ് Q1 n+1/4th ഐറ്റം. Q3 ആണെങ്കിൽ 3 × n+1/4th ഐറ്റം. അത് തന്നെയാണ് ഡിസ്ക്രീറ്റ്. ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം, ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസിലും അതേ ഇക്വേഷൻസ് തന്നെയാണ്. n/4th ആണ് മോഡ് ക്ലാസ് കാണുന്നത്. അത് Q1ൻ്റെ ആകുമ്പോൾ L+n/4 - CF/f × h ആണ്. Q3 ആണെങ്കിൽ L+3 × n/4 - CF/f × h. ആ ഇക്വേഷൻ പ്രകാരമാണ് അതും കാണേണ്ടത്. ഇപ്പോൾ ഈ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കൃത്യമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമോ? എന്നാൽ 1, 2, 3 വർക്കുകൾ ഞാനിപ്പോൾ തന്നെ ഇവിടെ തരാം. നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വർക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതാണ് വർക്ക്. ഫൈൻഡ് മീൻ, മീഡിയൻ, മോഡ് ഫ്രം ദി ഫോളോയിങ്. അതുപോലെ Q1 ഉം Q3 ഉം കാണണം.
ഒന്നാമത്തെ വർക്ക് ഇൻഡിവിജ്വലാണ്. 24, 32, 40, 48, 36, 50, ദെൻ 32. ഇതിൻ്റെ മീന്, മീഡിയൻ, മോഡ്, Q1, Q3 ഒക്കെ കാണണം. അതുപോലെ രണ്ടാമത്തെ വർക്ക് ഡിസ്ക്രീറ്റ് സീരീസിലുള്ളതാണ്. 10 എക്സ് എന്ന് പറയുന്നിടത്ത് വാല്യൂ എക്സ് മാർക്സോ എന്തു വേണമെങ്കിലും ആവാമല്ലോ. അപ്പോൾ എക്സ് 10, 12, 24, 36, 58, 60. ഫ്രീക്വൻസി എന്നുള്ളിടത്ത് 2, 8, 16, 7, 5, 3. അപ്പോൾ ഇതിൽ മീൻ, മീഡിയൻ, മോഡ്, Q1, Q3 ഒക്കെ കാണണം. അതുപോലെ മൂന്നാമത്തെ ഒരു വർക്ക് മാർക്സ് എന്നുള്ളത് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. സ്റ്റുഡൻസ് എന്നുള്ളിടത്ത് 10, 14, 25, 11, 5. ഇതിലും ഈ പറഞ്ഞതുപോലെ മീൻ, മീഡിയൻ, മോഡും Q1, Q3 ഒക്കെ കാണാം. അതോടൊപ്പം ടെക്സ്റ്റിൽ ഓപ്പൺ ക്ലാസ്സുകളും ലെസ് ദാനും മോർ ദാൻ കുമുലേറ്റീവും ആ ഭാഗങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ ചെയ്തു കഴിഞ്ഞതാണ്. നല്ലതുപോലെ ഈ ചാപ്റ്റർ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് അടുത്ത എല്ലാ ചാപ്റ്ററുകളും ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ വർക്കുകളൊക്കെ ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ ആൻസർ എനിക്ക് അയച്ചു തരണം. ആ ആൻസർ ഞാൻ പരിശോധിക്കും. ഓക്കെ, ബൈ.